വാനമ്പാടി എന്ന് വെച്ചാൽ നൈറ്റിംഗേൽ എന്ന് പറയുന്ന കിളിയാണ്. ക്ലിയർ ഉദ്ദേശിച്ചത്. നൈറ്റിംഗേളിന്റെ ശബ്ദത്തിനകത്ത് ഒരു അതാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത്. പക്ഷെ ഈ പാട്ട് എന്ന് പറയുന്നതിനകത്ത് പല മോഡലിലാണ് കിളിയുടെ വിളി. അതെ അതെ പല ഒരു പക്ഷേ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവാമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നൈറ്റിംഗേള് പല താളത്തിലാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നി മാഷ് ചിലപ്പോ ഇതും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ അതുകൊണ്ടാണ് ആ ഫ്ലൂട്ടിന്റെ പല രീതിയിൽ പല ആവൃത്തിയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കിളി ഇങ്ങനെ പാടുമ്പോൾ പിന്നെ ഓരോന്നിനും ഓരോ അർത്ഥമാണ് ശരിക്കും അവരുടെ ശബ്ദത്തിന്. ഇവരുണ്ടാക്കുന്ന ശബ്ദത്തിന് ഓരോ എക്സ്പ്രഷനാണ് അവരുടേത്. ഇണയെ വിളിക്കുന്ന ഒരു ശബ്ദം, മറ്റേ വേറൊന്ന് ആ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുന്ന ശബ്ദം, നമുക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും. വെറൈറ്റി വോയിസ്. മാഷിന് പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒബ്സർവേഷൻ ചെയ്യുന്നത്. ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിന്റെ താളം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടും അതൊരു പെർഫെക്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നിട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ ഈ മഴയൊക്കെ പോയ സമയത്ത് ഒരു തവള കരിയില്ലേ, അതൊക്കെ വിളിച്ചെന്ന് റെക്കോർഡ് ചെയ്യും ഒറിജിനൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ശരി ഇങ്ങനെ ഒരു പക്ഷേ എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ ഒരു പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. കിളിയുടെ ശബ്ദം കേട്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആയിരിക്കാം ആ വെറൈറ്റി ഡിഫറൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു.